ഇനി അടുത്തതായി കതിർ അവാർഡ് 2025 മികച്ച കർഷകയാര് എന്നുള്ളതാണ്. ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു. ആരാണ് ആ കൃഷിക്കാരി എന്നറിയാം. അട്ടപ്പാടിയിൽ കുറുമ്പ ഊരിലെ പെൺകുട്ടിയായി ജനിക്കുക, ജീവിത പങ്കാളിക്ക് സർക്കാർ ജോലി കിട്ടുക, കാസർകോട്ടേക്ക് വരാൻ അദ്ദേഹം വിളിക്കുക, അത് നിരസിച്ച് കൃഷിക്കാരിയായി ഊരിൽ തന്നെ ജീവിക്കുക. കൃഷിയെ അങ്ങനെ സ്നേഹിച്ച യുവതിയുടെ പേര് ദീപ. ദീപ അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തിലെ കൊട്ടിയാർക്കണ്ടി ഊരുകാരി. ഊരുമൂപ്പൻ കുപ്പന്റെയും മുപ്പത്തി കാത്തിയുടെയും മകൾ. അച്ഛനും അമ്മയ്ക്കും 2 അനുജന്മാർക്കും ഒപ്പം സ്വന്തമായുള്ള മണ്ണിൽ കൃഷി ചെയ്ത് വളർന്നവൾ. അനിയന്മാർ പഠിച്ചു. ദീപ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുഴുസമയ കൃഷിക്കാരിയായി. ജീവിത പങ്കാളി ജയശങ്കർ. ജയശങ്കറും കർഷക കുടുംബത്തിൽ നിന്ന് കൃഷി ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മിടുക്കൻ. കല്യാണം കഴിയുമ്പോഴും ജയശങ്കർ വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് ബിരുദമെടുത്തു. താലൂക്ക് ഓഫീസ് ജോലിക്കാരനായി. ജയശങ്കറിന് നിയമനം കിട്ടിയത് കാസർകോട്ട്. അങ്ങോട്ടേക്ക് പോകാൻ ആ ചെറുപ്പക്കാരൻ ദീപയെ ക്ഷണിച്ചു. അത് തള്ളി. അച്ഛനും അമ്മയ്ക്കുമൊപ്പം നാട്ടിൽ 4 ഏക്കറിൽ കൃഷി ചെയ്ത് ജീവിക്കുമെന്ന് തീരുമാനിച്ചു ദീപ. 15 കൊല്ലം പിന്നിടുന്നു. ദീപ ഇന്ന് അട്ടപ്പാടിയിലെ വിജയം കൊയ്ത കൃഷിക്കാരി. ദീപയുടെ വിജയരഹസ്യം പരമ്പരാഗതവും ആധുനികവുമായ കൃഷി രീതികൾ സംയോജിപ്പിച്ചത്. അട്ടപ്പാടിയുടെ സവിശേഷതയായ കറുത്ത ആടുകൾ, കരിങ്കോഴികൾ, റാഗി, ചാമ, തിന, മരച്ചീര തുടങ്ങിയവയെല്ലാം ദീപയുടെ കൃഷിയിടത്തിലുണ്ട്. ഒപ്പം കുരുമുളകും തെങ്ങും കവുങ്ങും. ആദിവാസി പതിവ് വിട്ട് തുടങ്ങിവെച്ച നാണ്യവിളകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ദീപയെ വിജയിയാക്കുന്നത്. ദീപയുടെ ശത്രുക്കൾ വന്യമൃഗങ്ങളാണ്. പന്നി മുതൽ ആന വരെ ഊരിലെ കുറുമ്പരുടെ പരമ്പരാഗത രീതിയിൽ പന്തം മുതൽ പടക്കം വരെ കയ്യിലെടുത്ത് ഈ ആധുനിക കൃഷിക്കാരി വിള കാക്കും. കുപ്പൻമൂപ്പനും കാത്തിമൂപ്പത്തിക്കും വയസ്സായി. എങ്കിലും ഊരുമൂപ്പരുടെ കടമകൾ അവർ ചെയ്യും. തർക്കങ്ങൾ തീർക്കലും കൂത്തും ആട്ടവും പാട്ടും. അവർക്ക് വയ്യാത്തപ്പോൾ ദീപ ആ ദൗത്യമേൽക്കും. കുടുംബശ്രീ കൂട്ടായ്മയിലും പങ്കാളി. ജയശങ്കറിന് ഇപ്പോൾ ജോലി മണ്ണാർക്കാട്ട്. പ്രകാശം പരത്തുന്ന ഒരു നവകേരള കുടുംബം. അട്ടപ്പാടിയിൽ നിന്ന് ഞങ്ങൾ അംഗീകാരത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കയറ്റി നിർത്തുന്നു. മണ്ണിൽ ചവിട്ടി നിന്ന് മാറ്റങ്ങൾ കയ്യെത്തിപ്പിടിച്ച കൊട്ടിയാർക്കണ്ടി ഊരിന്റെ കൊച്ചു മുപ്പത്തിയെ. നല്ല കൃഷിക്കാരിക്കുള്ള 2024 കൈരളി കതിർ പുരസ്കാരം ദീപ ജയശങ്കറിന്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കാർഷിക വൃത്തിയിൽ വിജയക്കൊയ്ത്ത് നടത്തിയ അട്ടപ്പാടിയിലെ ദീപ ജയശങ്കറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. അതിനേക്കാൾ മനോഹരമായി വിളിക്കാം അട്ടപ്പാടിയുടെ നാഗി എന്ന കർഷകയെ അഭിമാനത്തോടെ വേദിയിലേക്ക്. കതിർ അവാർഡ് 2025 മികച്ച കർഷക പുരസ്കാരം സമ്മാനിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി. നാഗിയുടെ അമ്മയും അച്ഛനും ഭർത്താവും കൂടി വേദിയിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുരസ്കാരം സമ്മാനിക്കുന്നു നമ്മുടെ മമ്മൂക്ക. പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നതിനായി മന്ത്രി ശ്രീ പി പ്രസാദ് അവരെ ക്ഷണിക്കുന്നു.